ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഫേസ് ഞാൻ അത്രയൊന്നും ചെയ്യാറില്ല, എന്നാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പോൺസിൻ്റെ ജെൽ ബേസ്ഡ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. കാരണം പൊരി വെയിലത്താണ് പോകാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ സിനിമക്ക് പോകാൻ വേണ്ടി പോകണതാണ് കേട്ടോ. സിനിമയുടെ പേര് മറ്റേ ആലപ്പുഴ ജിംഖാനയാണ്. എനിക്ക് ഒത്തിരി എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടിപൊളി സിനിമയെന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്തു. ഇത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഗ്ലോ ഒക്കെ വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് ലാക്മേയുടെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്യാപ്പിൽ നിന്നാണ് തോണ്ടി എടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ എന്തിനാ കേസ് വേസ്റ്റ് ആക്കുന്നത്. എന്നിട്ട് ഞാൻ ചറബറ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിയിട്ട് വെച്ചിട്ടോ. കുത്തി വെക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ പ്ലേസും നല്ലപോലെ കവറേജ് ആവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് വെച്ചിട്ട് അതാകുമ്പോൾ ഭയങ്കര ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു മാറ്റി അങ്ങനെയൊക്കെ ഒരു ഫിനിഷിങ് വരും. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ തന്നെ ബ്ലെൻഡാക്കി ഞാൻ ഫുൾ ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ വെയിലത്ത് ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നത്. വേറെ ഒരു ടീഷർട്ടും കാണാൻ കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഇത് ഇട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ ഞാനൊരു പോൺസിൻ്റെ ഈ ഒരു പൗഡറാണ് എടുത്തത്. അത് ഇട്ടിട്ടും വീഴുന്നുണ്ടായിരുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ തിരിച്ച് മര്യാദയ്ക്ക് വെച്ചിട്ടില്ലെന്ന്. പിന്നെ ഞാൻ കൊട്ടിയപ്പോഴേക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇടാറുള്ളൂ. ഇത് തന്നെ ഞാൻ പകുതി താഴെ കൊട്ടിയിടാറാണ് എൻ്റെ പതിവ്. അങ്ങനെ ഞാൻ ഫുൾ സെറ്റായി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൗഡറൊക്കെ ഇട്ടു. എന്നിട്ട് ബാക്കി ഞാൻ താഴെ കൊട്ടിക്കളയാണ്ട് എൻ്റെ പതിവ്. കാരണം എനിക്ക് കുറേ പൗഡർ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇത് തന്നെ എൻ്റെ പരിപാടി. അങ്ങനെ ആരെങ്കിലും അവിടെ തന്നെ അടിച്ച് വീഴുകയും ചെയ്യുന്നത്. അന്നൊരു ദിവസം കുറേ ഞാൻ പൗഡർ എടുത്തിട്ട് അങ്ങനെ തന്നെ ഞാൻ തട്ടിയിട്ടു. ഞാൻ തന്നെ വീഴാൻ വേണ്ടി പോയി ഗൈസ്. എൻ്റെ മേക്കപ്പ് ആകെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയല്ല, ഇനിയും ഉണ്ട്. അപ്പം ഇനി ഞാൻ പോയി കണ്ണെഴുതിയിട്ട് വരാം. കണ്ണെഴുതി വന്നിട്ടുണ്ട്. ലൈറ്റ് ഓണാക്കാൻ നേരത്തെ മറന്നുപോയിട്ട് ഇപ്പോഴാണ് ഞാൻ ലൈറ്റ് ഓണാക്കിയത്. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടു. കണ്ണൊക്കെ ഞാൻ ലൈറ്റായിട്ട് എഴുതാറുള്ളൂ. അങ്ങനെ ലൈറ്റ് ആയിട്ട് എഴുതി. പിന്നെ ലിപ്സ്റ്റിക്ക് എടുക്കാൻ പോയതാണ് നിങ്ങളീ കണ്ടത്, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് എടുത്തു. ഇതൊരു ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡാണ്. അതിൻ്റെ പേരൊക്കെ മൊത്തം മാഞ്ഞു പോയി. കാരണം ഞാൻ അത്രയും നാൾ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഷെയ്ഡാണ്. ഞാനിങ്ങനെ എഴുതിയിട്ട് എന്നുവെച്ചാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ സ്മഡ്ജ് ചെയ്യും. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക്ക്, ഒരു മിനി ലിപ്സ്റ്റിക്കും കൂടി ഇടും. അതും കൂടി എടുക്കാൻ വേണ്ടി പോയതാണ് നിങ്ങൾ കണ്ടത്. ഇതൊരു കുഞ്ഞ് മെറൂൺ ഷെയ്ഡ് മിനി ലിപ്സ്റ്റിക്കാണ്. എനിക്കിത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മറ്റേ ഔട്ട്ലൈനായിട്ട് ഇടാനാണ് സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ ഞാൻ നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കും. ഈ 2 ലിപ് ഷെയ്ഡും കൂടി ആകുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ അകത്തുനിന്നൊരു നുള്ളെടുത്തിട്ട് ഞാൻ ഈ മൂക്കിലും പിന്നെ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത്. ആൾക്കാരെല്ലാവരും പറയും മറ്റേ സ്പോഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ. പക്ഷെ എനിക്കത് പറ്റാറില്ല. എൻ്റെ കയ്യിൽ സ്പോഞ്ചില്ല. അപ്പം ഞാൻ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പലാണ് എൻ്റെ പരിപാടി. അപ്പം ഞാൻ അങ്ങനെ ഈ കൈ വെച്ചിട്ട് ബ്ലഷായിട്ടും നോസിലും കൂടി ഇട്ട് കൊടുത്തു. ഹെയർ പിന്നെ ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ മേക്കപ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ. ഹെയർ പിന്നെ ഞാൻ ഒന്നില്ലെങ്കിൽ ലൂസാക്കിയിടും, അല്ലെങ്കിൽ ഞാൻ പോണിറ്റെയിൽ ഇട്ടു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അടിച്ചിട്ട് പോവാം. ബൈ.